നമ്മുടെ ചുള്ളൻ മഹാബലിയൊക്കെ കണ്ടു. പക്ഷേ ഇന്ന് വാമന ജയന്തിയാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. കാരണം അവിടെ നിന്ന് എടുക്കേണ്ടതുണ്ട്, ആദ്യം തുടങ്ങേണ്ടതായിരുന്നു എന്ന് പലരും നേരത്തെ സന്ദേശമായിട്ട് അയക്കുന്നുണ്ടായിരുന്നു. കിരണിനോട് തന്നെ ചോദിക്കും. തൃക്കാക്കര വാമന ക്ഷേത്രത്തിൽ നിന്ന് കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഓൾ ദ ബെസ്റ്റ്. എന്തായാലും സമയത്തിന് എത്താത്തതിൽ ചീഫ് എഡിറ്റർ കൈയോടെ പിടിച്ചിട്ടുണ്ട്. തിരുവോണ ആശംസകൾ. നമസ്തേ, ഗുഡ് മോർണിംഗ്. തിരുവോണ ആശംസകൾ. കിരൺ പറയൂ, തൃക്കാക്കരയെ പറ്റി വിശേഷങ്ങൾ പറയൂ. പ്രേക്ഷകർ രാവിലെ പോൽ കാത്തിരിക്കുകയാണ്. ഏതായാലും തൃക്കാക്കരയിലെ ചടങ്ങുകൾ അത് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് തന്നെയാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ചടങ്ങ്, അതായത് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് മഹാബലിയെ എഴുന്നള്ളിക്കുക എന്നുള്ള ചടങ്ങ്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ മഹാബലി ആസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും മഹാബലിയെ എഴുന്നള്ളിച്ച് പിന്നീട് ഇവിടുത്തെ ശിവക്ഷേത്രത്തെ വലം വെച്ച് വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് ചെല്ലും. അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുള്ളത്. അതിനുശേഷം 9 ആനകളിൽ അണിനിരക്കുന്ന ഒരു ശിവേലിയുണ്ട്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഉത്സവം തന്നെ, അത് ഓണക്കാലം തന്നെയാണ് ഇവിടുത്തെ ഉത്സവം. അത്തം ദിവസം കൊടികയറുന്നു. പിന്നീടുള്ള 10 ദിവസങ്ങളിൽ ഇവിടെ ഓണാഘോഷത്തിൻ്റെ ഒപ്പം തന്നെ അതായത് ഉത്സവാഘോഷം നടക്കുന്നു എന്നൊരു പ്രത്യേകത, അല്ലെ അത്തരത്തിലൊരു സവിശേഷത ഉള്ള ഒരു കേരളത്തിലെ ഒരു അപൂർവ ക്ഷേത്രം കൂടിയാണ് തൃക്കാക്കര. ഈ ഓണത്തിൻ്റെ ചരിത്രവും ഒപ്പം തന്നെ അതിൻ്റെ ഐതിഹ്യവും അതെല്ലാം തന്നെ തൃക്കാക്കരയുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് എന്ന് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തൃക്കാക്കരയിലെ ഓണാഘോഷം അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്നിപ്പോൾ ഈ മഹാബലിയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട്. അതിനുശേഷം ശിവേലി തുടങ്ങും. പിന്നീടാണ് 10:30 ഓണസദ്യ നടക്കും. ഈ തൃക്കാക്കരയെ സംബന്ധിച്ച് ഓണാഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഓണസദ്യ എന്നുള്ളത്. സാധാരണ ഈ നേരത്തെ കാലങ്ങളിൽ, അതായത് പണ്ട് കാലങ്ങളിൽ ക്ഷേത്രത്തിലെ ജീവനക്കാർക്കും ഒപ്പം ഇവിടെ ഈ ഓണനാളിൽ എത്തുന്ന കച്ചവടക്കാർക്കും ആനക്കാർക്കും ഒക്കെ വേണ്ടി ആരംഭിച്ച ഒരു പരിപാടി, അല്ലെങ്കിൽ ഓണസദ്യ, അതിന്ന് വലിയ വിപുലമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നടത്തപ്പെടുന്നത്. 10,000-കണക്കിന് ആളുകൾ ഓണസദ്യക്ക് പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണയും വിപുലമായിട്ടുള്ള ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. 22 ഈ സദ്യവട്ടങ്ങളുള്ള ഓണാഘോഷമാണ്, ഓണസദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ 2500 കിലോ അരിയുടെ സദ്യ ഊണാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഏതായാലും ഈ ചടങ്ങ്, മഹാബലിയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മഹാബലിയെ ഇവിടെ നിന്നും എഴുന്നള്ളിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധനമൂർത്തി, അല്ലെങ്കിൽ അദ്ദേഹം പൂജ ചെയ്തിരുന്ന അതാണ് ഈ ശിവക്ഷേത്രം ആണ് കരുതുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തിയായിട്ടുള്ള ശിവനെ വലം വെച്ചതിന് ശേഷമാണ് വാമന ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നത്. ഈ ചടങ്ങാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് പ്രതീക്ഷിക്കുന്നു. വാമനെ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. ഒരു മിനിറ്റ്